കിട്ടില്ല പടം ഹിറ്റാണ്. 200 കോടി 500 കോടി എങ്കിലും മിനിമം 500 കോടി അടിച്ചിരിക്കും. ഭയങ്കര നഷ്ടം. 500 കോടിയുടെ സിനിമ സത്യം 500 1000 കോടി 1200 விஜய் ஒண்ணுமே வெறித்தனமே இருக்காது. இதுல தலதா வெறித்தனமா நடிச்சிருக்காரு. ഒരു ക്ലാസോ മാസോ ഒരു തേങ്ങാ പിണ്ണാക്കോ പടത്തിനകത്തില്ല. ഇങ്ങനെ സെക്കൻഡ് ഹാഫ് പോലെ ഇങ്ങനെ സീറ്റ് പിടിച്ചോണ്ടിരിക്കുന്നു. അത്രയ്ക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി. അജിത്തിനെ വിസിൽ അടിക്കാൻ വേണ്ടി വന്നിരുന്നവർ പോലും സൈലന്റ് ആയി പോയി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നിരാശമായിട്ടുള്ള ഒരു കാര്യം. ഹേ സിനിഫൈൽസ്, വെൽക്കം ബാക്ക്. പ്രൊമോഷൻസും ഓഡിയോ ലോഞ്ചും ഒന്നുമില്ലാതെ തമിഴിൽ നിന്ന് ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ മൂവി എത്തുന്നു. പ്രീ ബുക്കിംഗിൽ സാക്ഷാൽ ലിയോയുടെയും ജയിലറിൻ്റെയും വരെ കളക്ഷൻ റെക്കോർഡ് കടത്തിവെട്ടിയ ആ സിനിമയിലെ നായകൻ്റെ പേര് അജിത് കുമാർ, ഡെഫിനിഷൻ ഓഫ് സൂപ്പർ സ്റ്റാർഡം. അപ്പോൾ ഫാൻസിന് ഇന്നാണ് പൊങ്കലും ദീപാവലിയും ഒക്കെ വിടാമുയർച്ചയുടെ. കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിവ്യൂ ആയിട്ട് കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. തല തൂക്കി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് തൂക്കിയിട്ടുണ്ട്. മേക്കിംഗ് ആദ്യം നമുക്ക് കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് തോന്നുമെങ്കിലും ഇത് പടം എങ്ങോട്ട് പോകുന്നത് മലബാർ ഗോൾഡിന് ആടാന്നൊക്കെ തോന്നുമെങ്കിലും പക്ഷേ കുറച്ച് കഴിഞ്ഞങ്ങോട്ട് പടം കയറി കൊളുത്തും എന്ന് പറഞ്ഞാൽ തലയുടെ ഈ പ്രായത്തിൽ വെച്ച് ചെയ്യുന്ന ഫൈറ്റ് സീൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ചില സീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഫൈറ്റ്. മെയിനായിട്ട് സ്ക്രിപ്റ്റ് ഭയങ്കര കൺവിൻസിങ് ആയി. അതാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ തോന്നും ഇത് എവിടെ പോകുന്ന പാളുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് പോലുണ്ടല്ലോ നമ്മളിങ്ങനെ സെക്കൻഡ് ഹാഫ് പോലെ ഇങ്ങനെ സീറ്റ് പിടിച്ചോണ്ടിരിക്കുന്നു. അത്രയ്ക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി. തമിഴ്നാട്ടിൽ നിന്ന് ഫാൻസിനൊന്നും ഇഷ്ടപ്പെട്ടില്ല, മാസ് പോരാ. അത് പ്രശ്നം അറിയാം. ഇത് മലയാളികൾക്ക് ഇഷ്ടപ്പെടും. കാരണം അറിയോ, ഒരു ആദ്യമായിട്ടാണ് അജിത്തിന്റെ ഒരു നോർമൽ ഇൻട്രോ. പക്ഷെ പടം നല്ല പടം എന്ന് വെച്ചാൽ നല്ല പടം. ഫാൻസിന് ഇഷ്ടപ്പെടുന്ന എനിക്കറിയത്തില്ല, പക്ഷെ നോർമൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ആക്ഷന്റെ ഇത് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഒരു വില്ലൻ ഒരു നല്ല ഒരു സെറ്റപ്പ് ഗെറ്റപ്പ് എടുത്തേക്കുന്നത്. അത് അർജുന് പെർഫോമൻസ് എങ്ങനെ ഇരിക്കും? ബോക്സ് ഓഫീസ് പെർഫോമൻസിന്റെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ പടം നല്ല അടിപൊളിയാണ്. കേരളത്തിൽ ഹിറ്റ് ആയിരിക്കും 100%. കാരണം കേരളത്തിലെ ഓഡിയൻസിന് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും പറയുന്നത്. ഇത് വിടാമുയർച്ചയാണോ അതോ വാടാമുയർച്ചയാണോ എന്ന് തോന്നുന്നു. സത്യം വേറെ ഒന്നും വിചാരിക്കരുത്. എന്തുവായ്ക്ക് ശേഷം അതിനുശേഷം ഞാൻ ചോദിച്ചോട്ടെ, അത് ഇനിയും ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ വിഷ്വലൈസേഷൻ നോക്കുമ്പോൾ വളരെ മോശമായി പോയി. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ ഒരു 10% പോലും നമുക്ക് കിട്ടി. തല ലുക്കിൽ വന്നിട്ട് തന്നെ നെഗറ്റീവ് പറയുകയാണ്. ഇല്ല, പുള്ളിയുടെ ആ ലുക്ക് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വിഷ്വലൈസിങ് ഓക്കെയാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓക്കെയാണ്. വിഷ്വലൈസിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണാൻ വേണ്ടി നമ്മൾ ഈ രാവിലെയൊക്കെ ഒരു ഫാൻ ഷോയ്ക്ക് വന്ന് കാണുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഗതികേട് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം ബിഗ് ഫ്ലോപ്പ്. ഫസ്റ്റ് ഹാഫ് ഉറക്കമല്ല, ഒരു മെത്തയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തെന്നാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ ആ ഒരു തുടക്കം ഒരു ഇന്റർവ്യൂവിൽ എത്തുമ്പോൾ എന്താണെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷ. ഫസ്റ്റ് ഹാഫ് പോയല്ലോ, സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ പ്രതീക്ഷിച്ച്. സാധാരണ ഉറങ്ങി എന്ന് പറയാൻ നമുക്ക് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉറങ്ങിയിട്ടില്ല. കാരണം എന്താ അറിയാമോ, ആ വിഷ്വലൈസിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ്. ട്രെയിലർ ഒരു ക്ലാസ് പടം അല്ലേ പ്രതീക്ഷിക്കണ്ട? ഹോളിവുഡ് ലെവൽ ഒരു ഞാൻ സത്യം പറഞ്ഞ ഹോളിവുഡ് ഒന്നും പറഞ്ഞ് മാനം കെടുത്തില്ല. ഹോളിവുഡിന്റെ മാനം കെടുത്തരുത്. ശരിക്കും പറഞ്ഞു, ഇവർക്ക് ഒരു പേരുണ്ടല്ലോ, മോളിവുഡ് കോളിവുഡ്. ഇത് ഒരു വുഡിനോട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 10% പോലും നീതി പുലർത്താത്ത അത്ര വളരെ ബിഗ് ഫ്ലോപ്പ് ആയി പോയി. എന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് പറയുന്നത്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് പടം കാണുമ്പോൾ അവരെങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്നുള്ളത്. അജിത്തിന് പോയിട്ട് അടുത്ത പൊങ്കലിന് കാണാമെന്നാണോ? അടുത്ത പൊങ്കലിനെങ്കിലും വരുമോ എന്നുള്ള പ്രതീക്ഷയിൽ. എന്തായാലും അജിത്ത് എന്ന നടനെ ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഈ പടം നമ്മൾ ഓവറോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത 1% പോലും വിസിലടിക്കാനുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ? ഒരിക്കലും ഇല്ല. അജിത്തിനെ വിസിൽ അടിക്കാൻ വേണ്ടി വന്നിരുന്നവർ പോലും സൈലന്റ് ആയി പോയി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നിരാശമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, എന്തായാലും അടുത്ത പൊങ്കൽ അല്ലെങ്കിൽ അടുത്ത ദീപാവലിയെങ്കിലും ഏതെങ്കിലും നല്ല പടം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അല്ല, പടം വന്നിട്ട് ഒരു ഡയറക്ടറിന്റെ ഒരു പടമാണ്. ഇതിപ്പം അജിത്തിന്റെ പടം. ഡയറക്ടർ പറഞ്ഞ പോലെ ഇതിൽ മാസ് എലിമെന്റ്സോ കമേഴ്ഷ്യലോ അങ്ങനെ ഒന്നും ഇല്ല. പടം സ്ലോ ആയിട്ട് തുടങ്ങും, എന്നിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് പോകും, പിന്നെ വീണ്ടും കുറച്ച് സ്ലോ ആവും, വീണ്ടും കുറച്ച് ഇൻട്രസ്റ്റ് ആവും. അങ്ങനെയാണ് പോകുന്നത്. ഒരു ഗ്രാഫ് പോലെയാണ്. പക്ഷെ അനിരുദ്ധന്റെ BGM ഭയങ്കര ഒരു ബാക്ക് ബോൺ ആയിരിക്കും. അഭിനയം എല്ലാം, അജിത്തായാലും അർജുനായാലും അഭിനയം എല്ലാം അടിപൊളിയാണ്. പക്ഷെ പടം ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും തോന്നുന്നില്ല. പക്ഷെ ഒരു ചില എലിമെന്റ്സ് കൊള്ളാം. ക്യാമറ വർക്കും ആ ടെക്നോളജി ആ എടുത്ത രീതിയൊക്കെ കൊള്ളാം. ഡയറക്ടറിന്റെ പടം, ഈ ഒരു ഡയറക്ടർ പടം. അജിത്തിന്റെ പക്ക മാസ് പടമല്ല, മാസ് പ്രതീക്ഷ ഒന്നും ഒരു തിയേറ്റർ വാച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ ഭയങ്കര എൻജോയ് ചെയ്യാനുള്ള? എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച്. കാരണം അതിന്റെ ലൊക്കേഷൻ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ലൊക്കേഷനും BGM ഒക്കെ ആ ഒരു ലെവലൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ഒരു മാസ് എലിമെന്റ്സ് പ്രതീക്ഷിച്ച് പോകണ്ട. ഒരു തമിഴ് ഓഡിയൻസിനൊക്കെ അവർ എക്സ്പെക്ട് ചെയ്തൊരു തമിഴ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ വളരെ ഡയറക്ടർ പറഞ്ഞ പോലെ മാസ് പ്രതീക്ഷിച്ച് പോരുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് മൈൻഡ് വെച്ച് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും. അതാണ് പ്രതീക്ഷിച്ച് പോകുന്നെങ്കിൽ ഗുഡ് ബാഡാഗലിയിൽ കാണാം. ഓക്കെ, മൂവി കൊള്ളാം. ഒരു ലാഗ് ഉണ്ട്. ഇനിഷ്യൽ മറ്റൊരു തുടക്കം ഒരു ലാഗും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ഫസ്റ്റ് ഒരു ഇന്റർവെല്ലിന് മുന്നേ വരെ അത്യാവശ്യം കുറച്ച് ലാഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് മ്യൂസിക്കും അതിന്റെ പമ്പിങ്. ഇതുവരെ കാണാത്തൊരു സൂപ്പർ സ്റ്റാർ സിനിമയുടെ ട്രീറ്റ്മെന്റ് ആണ്. അത്രയൊന്നും ഇല്ല, എക്സ്പെക്ടഡ് ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി. ഒരു അജിത്തിന്റെ കംബാക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമുക്ക് ആസ്വദിച്ചിരിക്കാം. ഒരു വൺ ടൈം വാച്ച് പോലെ. ഓക്കെ.
ത്രില്ലർ എലമെന്റ്സ് വർക്ക് Thriller, romance. ഒരു ബാഡ് ആയിട്ട് തോന്നിയത് ഒരു ബാഡ് റിവ്യൂ പറയാനായിട്ടില്ല, ബട്ട് സ്റ്റിൽ ലൈക്ക് കണ്ടോണ്ടിരിക്കാം. പിന്നെ കുറച്ച് ലാഗ് ആ ഒരു ഫീൽ ആദ്യം ഇനിഷ്യലായിട്ട്, പിന്നെ പുള്ളിയുടെ ഒരു നമ്മളൊരു പ്രതീക്ഷിക്കുന്ന ഒരു ഇൻട്രോ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു കൈൻഡ് ഓഫ് സോഫ്റ്റ് ഇൻട്രോ, ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രോ വരുമ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ്, അതിനുള്ള സമയം പോലും കിട്ടിയില്ല. സോ ആ ഒരു ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പുള്ളിയുടെ ഒരു തിയേറ്റർ മൊമെന്റ്സിനുള്ള സോങ്സോ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, വലിയൊരു ഇതില്ല. സോങ്സും ലൈക്ക് നമുക്ക് എവിടെയോ കേട്ട് പഴകിയ ഒരു മൂവി പോലെ ഒരു ആ ഒരു സോങ് റിവ്യൂ അത്രയോ. ടോട്ടലി തമിഴിലൊക്കെ എങ്ങനെ വർക്കാവും ഇത്? വർക്കൗട്ട് തമിഴിൽ ചിലപ്പോൾ വർക്കൗട്ട്. അജിത് ഫാൻസ് ഇവിടെ എല്ലാം ഉണ്ട്, അപ്പോൾ അജിത് ഫാൻസ് ചിലപ്പം അവർക്ക് അവർ ഇഷ്ടപ്പെടും. പിന്നെ അവരും ചിലപ്പോൾ ഡിസപ്പോയിന്റ്. ഞാൻ 2-3 പേര് കണ്ടു ഇങ്ങനെ പറയുന്നുണ്ട്, ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്, പോസിറ്റീവ് പറയുന്നുണ്ട്. പോസിറ്റീവ് പറയുള്ളൂ, പുള്ളിയെ പറ്റി നമുക്ക് പോസിറ്റീവ് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. പുള്ളി ഇതാണ്. ശരി, അതുകൊണ്ട് ബ്രോ അജിത്തിന്റെ ഒരു കംബാക്ക് ആണെന്ന് പറയാനുണ്ടോ? വലിയ പ്രതീക്ഷ വന്നിട്ട് അജിത്തിന്റെ കടവുളെ അജിത്തെ ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ ഭയങ്കരമായ തല ഓക്കെയാണ്. പടം വൈസ് നോക്കുമ്പോഴേ നമുക്ക് മുമ്പത്തെ 2 പടം വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. എന്നിരുന്നാൽ പോലും ഒരു ആവറേജ് ഫീലേ ഉള്ളൂ. പകരത്തിന്മേൽ തടം പോലത്തെ ഒരു പടം കണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും കാണൂല. മേക്കിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ നല്ല പാളിച്ചകളുണ്ട്. അനിരുദ്ധാണെങ്കിൽ മ്യൂസിക് ആദ്യം പോലെ അവസാനം വരെ ഒറ്റ മ്യൂസിക്കിന് അവസാനം കൊണ്ടിട്ട് വേറെ ഒന്നുമില്ല. ഒരു സ്ട്രോങ് ബേസ് ഇല്ല പടത്തിന്, അതാണ് മെയിൻ ഇഷ്യൂ. ഒരു സ്ലോ പേസ് ഫീൽ ഗുഡ് സ്ലോ പേസ് തന്നെയാണ് പടം. സ്ലോ പേസ് ഇങ്ങനെ പോയെങ്കിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് കൊണ്ട് എന്തൊക്കെ കാണിക്കുന്നത് മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി. ഒരു ബേസ് ഇല്ല. അജിത്തിന്റെ ആ ഒരു റേസിംഗ് റിസ്ക് ഷോട്ട് അതൊക്കെ ഓക്കെയാണ്. റേസിംഗും അജിത്തിന്റെ ഹാർഡ് വർക്കും കാര്യങ്ങളെല്ലാം ഒരു രക്ഷയില്ല. തലയ്ക്ക് വേണ്ടി പടം കാണാം, അല്ലാതെ ഭയങ്കരമായിട്ടൊന്നും ഇല്ല പടത്തിൽ. ഒരു ആവറേജ് ഫീൽ ചെയ്യുന്നത് മെയിനായിട്ടുണ്ട്. ഓക്കെ, തമിഴ്നാട്ടിലേക്ക് എങ്ങനെ ഏറ്റെടുക്കുക? തമിഴ്നാട്ടിൽ അവർ ഏറ്റെടുക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള പ്രതീക്ഷ. ഭയങ്കരമായ ലെവലൊന്നും തോന്നുന്നില്ല. பயங்கரமா இருந்துச்சு. அமேசிங். அஜித் கடவுளையே சொல்லக்கூடாதுன்னு சொல்லாரு. பட் இட்ஸ் ஓகே. ஆனா தமிழ்நாட்டுல வந்து கொஞ்சம் ஃபேன்ஸ் அந்த எக்ஸ்பெக்ட் பண்ண அளவுக்கு கிடையாதுன்னு சொல்லிருக்கா. டிசப்பாயிண்டடா போயிருக்கு. வேற மாதிரி ட்ரை பண்ணிருக்காரு. இட் வாஸ் a nice movie. லைக் நீங்க வந்து ஃபர்ஸ்ட் ஹாஃபும் நல்லா இருந்துச்சு, செகண்ட் ஹாஃப் ஃபுல் ஆக்ஷன். அந்த வெறித்தனம் கிடையாதா? வெறித்தனம் விஜய் என்ன பண்ணும்போது வெறித்தனம் கிடையாதா? விஜய் கையில ஒண்ணுமே வெறித்தனமே இருக்காது. இதுல தலதான் வெறித்தனமா நடிச்சிருக்காரு. லியோ ரெக்கார்டு மேல தூக்குமா? கண்டிப்பா. ஆக்ஷன் சீக்வன்ஸ் கம்பேர் பண்ணி பார்க்கும்போது இந்த ஆக்ஷன்ஸ் விஜயால கண்டிப்பா ஷியரா பண்ண முடியாது. ஒரு பிளாக் மட்டும் வரும் இன்டர்வல்க்கு அப்புறம் காருக்குள்ள 4 பேர் ஃபைட் பண்ணுவாங்க. வேற லெவல் சீனா இருந்துச்சு. வேற டாப் வியூல இருந்து எடுத்துப்பாங்க. பயங்கரமா இருக்கும். கலம் நல்லா இருந்துச்சு. டோட்டலி அந்த எக்ஸ்பெக்டேஷனுக்கு அப்புறம் கிடைச்சாச்சு. அதுக்கப்புறம் ஒரு ஃபேன் பாய் மொமெண்ட்ஸ் அந்த மாதிரி ட்ரீட். ஃபேன் பாய் மொமெண்ட்ஸ் இல்ல ஃபிலிம் ஆயிட்டு தான் பார்க்க முடியும். மாஸ் சீன்ஸ் அந்த மாதிரி இல்ல. கொஞ்சம் த்ரில்லிங்கா ட்விஸ்டா அந்த மாதிரி நல்லா. இந்த தமிழ் ஆடியன்ஸ்க்கு அந்த மாதிரி மாஸ் மசாலாக்க பிடிக்கும். இந்த விசில் அடிக்கிற மொமெண்ட்ஸ் ഒക്കെ இருக்கா? ஸ்டார்டிங் மட்டும் தான். அப்ப நடுவுல மாஸ் சீன்ஸ் இல்ல. விசில் வெறுതെ தான் கொண்டு வந்திருக்க. ஆனா ഒന്ന് ഒരു വട്ടാടി ഒരു വാട്ടി ഒരു കാശിന് കൊള്ളൂല. എങ്ങനെയാണോ കൊടുത്ത ഓവർ ഹൈപ്പ് ആയതാണോ? ട്രെയിലറിനെ കണ്ടൊന്നുമില്ല, നല്ല ഉറക്കം. ഫസ്റ്റ് ഹാഫ് ഒക്കെ വേറെ മോശം. ഒരു ആക്ഷൻ ത്രില്ലർ അല്ലായിരുന്നോ? കുറെ ആക്ഷൻ കൊറിയോഗ്രാഫി വളരെ 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 മോശം, ഭയങ്കര മൂവ്. കാരണം ഒരു ഹോളിവുഡ് പടം പ്രതീക്ഷിച്ച് വന്നവർക്ക് ഇഷ്ടപ്പെടാം. ഒന്നും ഇഷ്ടപ്പെടാം. സിനിമാറ്റോഗ്രാഫി കൊള്ളാം, ഇത് ജോഗ്രഫിക്കൽ പരമായുള്ള സ്ഥലങ്ങളെല്ലാം കൊള്ളാം. സിനിമ ഭയങ്കര മോശം, കഥയൊക്കെ ഭയങ്കര മോശം. എന്താണ് നെഗറ്റീവായിട്ട് തോന്നിയത്? എല്ലാം തുടങ്ങലോട്ട് നെഗറ്റീവാണ്. ഫാൻസിനുള്ള ഒന്നുമില്ല. അജിത് ഫാൻസിന് ബ്രോ, അജിത് ഫാൻസിന് ഒരു ഹൈപ്പിനുള്ള സാധനം ഒന്നുമില്ലേ? ഒരിക്കലും ഇല്ല. സ്റ്റണ്ട് കോറിയോഗ്രാഫൊക്കെ മോശം. എങ്ങനെയുള്ള അപരാധ ലെവലായോ? അപരാധ ലെവലെന്ന് പറയാൻ പറ്റില്ല. കണ്ട ഉയർച്ച പേരിന്റെ ഒത്ത പടം ഫ്ലോപ്പാന്ന് പറയുന്നു. ആരാ പറയുന്നത്? ഉറങ്ങിയെന്ന് ഫാൻസ് ഒക്കെ. ആര് പറഞ്ഞു? പടം പേരിനൊത്ത പടമാണ് ബ്രോ, കാണണം. കംബാക്ക് ഒന്നുമില്ല. എപ്പോഴും അജിത്ത് ഓൾറെഡി ഉള്ളല്ലോ, ലൈവ് ആണ്. ആര് പറഞ്ഞു ഫ്ലോപ്പ് എന്ന്? 100-200 കോടിയൊക്കെ ഇതാ. നിങ്ങൾ കോടി നോക്കണ്ട. സിനിമ എന്ന് പറയുമ്പോൾ പേരിനൊത്ത സിനിമയാണ്. പേര് കണ്ടാ മതി. വിടാൻ വിചാരിച്ചാ. ഓക്കെ ബ്രോ, ദുരന്തം എങ്ങനെയാണ്? ഒരു ക്ലാസ് പ്രതീക്ഷ ഇഷ്ടപ്പെടില്ല. ഒരു ക്ലാസ്സോ മാസോ ഒരു തേങ്ങാ പിണ്ണാക്കോ പടത്തിനകത്തില്ല. വെറും ദുരന്തം പടം. അജിത്തിനെ കാണാനുണ്ടോ? അജിത്തിനെ കാണാൻ കൊള്ളാന്നല്ലാണ്ട് അതിനെ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. പടത്തിൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അജിത്തിനെ. വെറുതെ എന്തോ എടുത്ത് വെച്ചേക്കുന്നു. എന്താണ് നെഗറ്റീവായിട്ട് തോന്നിയത്? കംപ്ലീറ്റ് നെഗറ്റീവാണ്. കംപ്ലീറ്റ് തുടക്കം തൊട്ട് അവസാനം വരെ നെഗറ്റീവാണ്. എന്താ ചെയ്തേക്കുന്ന ഒരു പിടുത്തമില്ല. ഒരു സ്ലോ പേസ് പടം കാണാൻ വന്നാലും ഇഷ്ടപ്പെടില്ല. സ്ലോ ഫേസ് പടം എന്ന് പറയാൻ പറ്റില്ല. സ്ലോ ഫേസ് പടം എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറെങ്കിലും വേണ്ടേ, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ടോട്ടലി പടം എന്ന് പറഞ്ഞാൽ ഒരു മാസ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് വരരുത്. ഒരു അജിത്തിന്റെ
പഴയ വേറെ പടങ്ങൾ കണ്ടിട്ട് അത്ര മാസം എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷേ പടം ഒരു റിയലിസ്റ്റിക് പടം, ഒരു കോമൺ മാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുപോലെ സീറ്റ് അഡ്ജിങ് ത്രില്ലർ കൊമേഴ്ഷ്യൽ ആ ഒരു എലിമെന്റ് ഒന്നുമില്ല, ട്വിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ലാസ്റ്റത്തെ ഒരു 25 മിനിറ്റ് നമുക്ക് അജിത്തിനെ കാണാൻ വേണ്ടി വരുന്ന ഓഡിയൻസിന് അത് തന്നെ മതിയാണ്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഫാമിലി ഓഡിയൻസിന് കുറച്ചുകൂടെ ഇഷ്ടവും. തമിഴ് സിനിമ ഇതുവരെ കാണാത്തൊരു മേക്കിംഗ് ലെവൽ, ഹോളിവുഡ് ലെവലൊക്കെ ആണോ? ക്യാമറ ഇതെല്ലാം അടിപൊളിയാണ്. അതുപോലേക്ക് നമുക്ക് അസർബൈജാൻ്റെ വൈറ്റ് ഷോട്ട്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം നല്ലൊരു ഫ്രെയിംസ് ഒക്കെ അടിപൊളി ഫ്രെയിംസ് ആയിരുന്നു, അത് കൊള്ളാം. പിന്നെ അനിരുദ്ധ് പിന്നെ പറയണ്ടല്ലോ, പുള്ളി എല്ലാ പടം നല്ല പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫാൻ ബോയ് മൊമെന്റ്സ് ഒക്കെ കിട്ടുമോ തിയേറ്ററിൽ? ഒരു ഫാൻ ബോയ് മൊമെന്റ്സ് ഇത് അങ്ങനത്തെ ഒരു പടമല്ല. ഒരു മകിഴ്ത്തിരിമേൽ സിനിമകൾ കണ്ടാൽ അറിയുമല്ലോ. എന്നാൽ അതേപോലെ ത്രില്ലറോ അല്ലെങ്കിൽ സീറ്റ് ചില ട്വിസ്റ്റ് കാര്യങ്ങളൊന്നും ഉള്ളതല്ല, ഒരു നോർമൽ പടം. പക്ഷെ തലപ്പടം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഇത് പ്രതീക്ഷിക്കുമല്ലോ, കമേഴ്ഷ്യൽ പടം എന്നൊക്കെ പ്രതീക്ഷിക്കും. പക്ഷെ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് സിനിമയ്ക്ക് വരാൻ പറ്റില്ല. പിന്നെ അനിരുദ്ധത്തിൽ നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു 30 മിനിറ്റ് ഒക്കെ പുള്ളിന്റെ ഒരു BGM ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ്. ആ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഇനീഷ്യൽ അത് പിന്നെ ഒന്നാമത് അജിത്ത് എന്ന് പറയുമ്പോൾ തമിഴ്നാട് കിങ് ഓഫ് ഓപ്പണിംഗ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അവിടെ 2 വർഷത്തിന് ശേഷം വരുന്നൊരു സിനിമയല്ലേ, അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഒരു അനക്കം സൃഷ്ടിച്ചേക്കാം. പക്ഷെ അറിയില്ല, ഫൈനൽ എത്ര വരെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, മൂവി ഒരു ഡിഫറെന്റ് വേരിയേഷൻ ആണ്. നമ്മൾ അജിത്തിന്റെ സിനിമകളിൽ മോസ്റ്റ്ലി കാണുമ്പോൾ നല്ലൊരു മാസ് സ്റ്റോറി ബേസ്ഡ് സിനിമയാണ് നല്ല കണ്ടുകൊണ്ടിരിക്കുക. ഫാമിലി ബേസ്ഡ്. പിന്നെ എനിക്ക് തോന്നുന്നു എന്നെ ഇറந்தாലിന് ശേഷം ഡിഫറെന്റ് ഗെറ്റപ്പിൽ വരുന്ന ഒരു മോഡുലേഷൻസ് അജിത് സിനിമയിൽ പ്രതീക്ഷിക്കുന്ന സാധനം കിട്ടത്തില്ല. സ്റ്റോറിയാണ് മൂവി. അജിത് സിനിമയിൽ കൂടുതൽ മാസാണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഐ മീൻ പുള്ളിയുടെ വർഷങ്ങൾ ഇപ്പോൾ 2 years ആഫ്റ്റർ അല്ലേ ഈ മൂവി വന്നിട്ടുള്ളത്, മാസല്ലേ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് സ്റ്റോറി ബേസ്ഡ് ആണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സിനിമയിൽ ഇടിക്കുമ്പോൾ പറക്കുന്ന ആ പരിപാടിയൊന്നും ഇതിനകത്തില്ല. റിയലിസ്റ്റിക് ആണ്, പഞ്ചിങ് ലെവലോട്ട് ഒരു ഹോളിവുഡ് ലെവലിലാണ്. പിന്നെ ക്യാമറ വർക്ക് അർജുന ആയിരുന്നാലും ബെസ്റ്റ് തന്നെയാണ്, കസാൻഡ്രോ അവരെല്ലാം ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. സ്റ്റോറി വന്നിട്ട് എനിക്ക് മാസ് ഹെവി ആയിട്ടില്ല, മാസ് ഒരു സെക്കൻഡ് ലെവലിന് ശേഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി സ്റ്റോറി ബേസ്ഡും ബാക്കിയുള്ള സീനിയർ ഇയേഴ്സാരെ എനിക്ക് പെർഫെക്റ്റ്ലി സ്റ്റോറി ഇഷ്ടപ്പെട്ടു. ഓക്കെ, പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗാണ്. അനിരുദ്ധത്തിന്റെ ബീജം നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫൈറ്റ് സീൻസ് ഒക്കെ നല്ല എടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, ഉറങ്ങി തള്ളും മിക്കവാറും. ഒരു മങ്കാത്ത ലെവലൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മങ്കാത്ത വേറെ ലെവല്, അതിനെ വെച്ച് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് മറ്റേ ഇംഗ്ലീഷ് സ്റ്റൈലിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ബോറായിരുന്നു, ഭയങ്കര ലാഗ് ഫീലിംഗ് ആണ്. സിനിമ അടിപൊളി ബ്രോ, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് സിനിമ. ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ് സിനിമ, ക്ലാസിക് ആയിട്ടുണ്ട് സിനിമ. പ്രതീക്ഷ സാധനമുണ്ട്, പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസില്ല, ഇന്റർപഞ്ചില്ല, അങ്ങനെ ഒന്നുമില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും പ്രതീക്ഷിച്ചല്ല വന്നത്, കണ്ടപ്പോൾ സിനിമ തൃപ്തിയായി. അടിപൊളി സിനിമയാണ്, നന്നായിട്ടുണ്ട് സിനിമ. യെസ്, അപ്പോൾ തലയുടെ വിടാമുയർച്ചി കേരളവും തമിഴ്നാട് രണ്ട് രീതിയിലുള്ള റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ട നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം എന്ന് പറയാ. വീഡിയോ ഇപ്പം ലൈക്ക്, അടുത്ത വീഡിയോ കാണാം. ബൈ.